إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസി വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതത്തെ തഖ്വയുള്ള ജീവിതമാക്കി തീർക്കുകയും പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ ജീവിതാന്ത്യം വരെ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് എന്നെ നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അതിനെ സഹായിക്കുകയും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. മനുഷ്യരായ നാം ഓരോരുത്തരും സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരുമാണ്. സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കുകയാണ് മനുഷ്യൻ അധികമാണ്. ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും അതിനു വേണ്ടി അവൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളൊന്നും തന്നെ യഥാർത്ഥ രൂപത്തിൽ പരിപൂർണമായ രൂപത്തിൽ മനുഷ്യന് സൗഭാഗ്യം നൽകുന്ന ഒരു ജീവിതം അവൻ അത് കൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ പരിപൂർണമായി സന്തോഷം നിറഞ്ഞ സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ ദീനുൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ അവൻ പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ മാത്രമാണ് വിശിഷ്ടമായൊരു ജീവിതം മനുഷ്യന് പൂർണ്ണമായ അർത്ഥത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ സൗഭാഗ്യമായ ജീവിതത്തെ എങ്ങനെ മനുഷ്യന് ലഭിക്കുമെന്ന്
ചുരുങ്ങിയ വാക്കുകളിലൂടെ അവർ നമ്മെ പഠിപ്പിച്ചു. ഫസ്സആദതു ബിയദില്ലാ ലാ തനാലു ബിതാഅത്തില്ലാഹി തബാറക വതആല. യഥാർത്ഥമായ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ബിയദില്ലാ, അത് അല്ലാഹുവിന്റെ കൈകളിലാണ്. ലാ തനാലു ബിതാഅത്തില്ലാഹി തബാറക വതആല. റഹ്മാനായ റബ്ബിനെ അനുസരിക്കുക വഴിയാണ് ആ യഥാർത്ഥമായ സൗഭാഗ്യം നിനക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിലൂടെയും നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലും അവ രണ്ടും നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, യഥാർത്ഥത്തിലുള്ള സൗഭാഗ്യം നിനക്ക് വേണോ? ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അൽ ഖാലിഖായ അൽ ബാരിആയ അൽ ഹകീമായ അൽ അസീസായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ പരിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം അൻ-നഹ്ൽ സൂറത്തിലെ 97-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നു, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഹ്സനി മാ കാനൂ യഅമലൂൻ. അല്ലാഹു പറയുന്നു, ഏതൊരു ആണാകട്ടെ പെണ്ണാകട്ടെ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന പക്ഷം അവർക്ക് നല്ലൊരു ജീവിതം നാം നൽകുന്നു. ഹയാതൻ ത്വയ്യിബ എന്നാണ് പറയുന്നത്. ഉത്കൃഷ്ടമായ വിശിഷ്ടമായ സൗഭാഗ്യം സമ്പൂർണമായി നിലനിൽക്കുന്ന ജീവിതം നൽകുന്നതാണ്. ഫലനജ്സിയന്നഹും അജ്റഹും ബിഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കനുസരിച്ച്, അതിന്റെ തോതനുസരിച്ച് അവർക്കുള്ള പ്രതിഫലവും നാം നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സത്യവിശ്വാസവും അതിനനുസരിച്ചുള്ള അമലു സ്വാലിഹാത്തുകളും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ പരിപൂർണമായിട്ടുള്ള സന്തോഷം നിറഞ്ഞ അൽ ഹയാത്തു സഈദ, അൽ ഹയാത്തു സആദ അതൊക്കെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസം ശരിയായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവന്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ഉടലെടുക്കും. ആ സൽക്കർമ്മങ്ങൾ വഴി അവന്റെ ജീവിതത്തെ നന്നാക്കും, സ്വഭാവത്തെ നന്നാക്കും. അവന്റെ ക്രയവിക്രയങ്ങൾക്കെല്ലാം തന്നെ അതിന് നല്ല രൂപത്തിലുള്ള ഇടപാടുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം അവന്റെ ഈമാൻ ശരിയാണ്. ഈമാൻ ശരിയായി കഴിഞ്ഞാൽ അവന്റെ സൽക്കർമ്മങ്ങളും ശരിയാകും. അതുകൊണ്ട് അർത്ഥപൂർണമായ സമ്പൂർണമായ അൽ ഹയാത്തു സആദ ലഭിക്കണമെങ്കിൽ, സന്തോഷമുള്ള അതുപോലെ തന്നെ പരിപൂർണമായിട്ടുള്ള സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ ഒന്നാമതായി നാം പഠിക്കേണ്ടത്, അതിന്റെ അടിത്തറ ആണിക്കൽ എന്ന് പറയുന്നത് അൽ ഈമാൻ വൽ അമലു സ്വാലിഹ്. അതേപോലെ തന്നെ രണ്ടാമതായി കൊണ്ട് വിശ്വാസികൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് സന്തോഷാവസ്ഥയിലും സങ്കടാവസ്ഥയിലും
അവന് സന്തോഷിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കുവാനുള്ള. ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് സത്യവിശ്വാസം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ഈമാനിൽ പതർച്ചയുണ്ടാകും, ഈമാൻ ഇളകാൻ തുടങ്ങും. അതുപ്രകാരം അവന്റെ മനസ്സിൽ ചാഞ്ചല്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അർത്ഥപൂർണമായ സന്തോഷകരമായ നന്മ നിറഞ്ഞൊരു ജീവിതം അവൻക്കതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സത്യവിശ്വാസികളുടെ ജീവിതത്തെ എടുത്തുകൊണ്ട് പറഞ്ഞു, സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു നിലപാടുണ്ട്, അവന്റെ ജീവിതത്തിനൊരു അടിസ്ഥാനമുണ്ട്. അജബൻ ലിഅംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈർ ഇൻ അസാബതഹു സറ്റാ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതഹു ضرّാ صبر فكان خيرا له ذاك لأحد إلا للمؤمن. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഒരു സത്യവിശ്വാസിയെ എടുത്തു നോക്കിയാൽ അവന്റെ കാര്യം അത്ഭുതമാണ്. അവനെല്ലാം തന്നെ ഖൈറാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ. അവന്റെ എല്ലാ മേഖലയിലും നന്മയുണ്ടാകും. ഇന്ന സാബതുഹു സറ്റാഹു ശകറ ഫകാന ഖൈറൻ ലഹു. അവൻക്ക് വല്ല സന്തോഷം ലഭിച്ചു കഴിഞ്ഞാൽ അവനത് സന്തോഷിക്കുകയും ആ സന്തോഷത്തിൽ നിലർത്തൽ അവൻ, മറിച്ച് ആ സന്തോഷം നൽകിയ ദാതാവായ റഹ്മാനായ റബ്ബിനെ അവൻ ശുക്ർ ചെയ്യും, നന്ദി ചെയ്യും. എനിക്ക് ഇങ്ങനെയുള്ള നല്ലൊരു അവസ്ഥ അല്ലാഹു തന്നില്ലേ എന്ന് വിചാരിച്ചു. ഇന്ന് അവന്റെ ജീവിതത്തിലേക്ക് വല്ല പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയാണെങ്കിൽ അവൻ അവിടെ ക്ഷമിക്കുകയും ചെയ്യും. ഫകാന ഖൈറൻ ലഹു. അതും അവൻക്ക് നന്മയാണ്. വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ. ഇങ്ങനെ സന്തോഷാവസ്ഥയിലും പ്രയാസമുള്ള അവസ്ഥയിലും സങ്കടമുള്ള അവസ്ഥയിലും സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കുവാൻ വിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളെന്ന് നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏതവസ്ഥയിലും നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവാണ്. റബ്ബ് തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുവാനുള്ള മനസ്സുമാണ്. റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും റബ്ബ് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അതിനെ നമ്മൾ ചെലവഴിക്കുകയും റബ്ബ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ അല്ലാഹു തന്ന നിഅമത്തുകളെ നമ്മൾ ദൂർത്തടിച്ച് കളയുകയും റബ്ബിനെ വഴിപ്പെടാതെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. അവന്റെ ജീവിതത്തിലെ പിന്നെ സആദത്തുണ്ടാവുകയില്ല, പരിപൂർണമായ സൗഭാഗ്യം ഉണ്ടാവുകയില്ല. മറിച്ച് ഇതെന്റെ റബ്ബ് എനിക്ക് നിഅമത്തായി നൽകിയതാണെന്ന് അവൻ മനസ്സുകൊണ്ട് തിരിച്ചറിയുകയും ആ റബ്ബ് പറയുന്ന കൽപ്പനകൾ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ആ റബ്ബിന്റെ മാർഗത്തിൽ മാത്രമേ അല്ലാഹ് തന്ന നിഅമത്തുകൾ ഞാൻ ചിലവഴിക്കുകയുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനം ഒരു വിശ്വാസിക്കുണ്ടായിരിക്കണം. എനിക്ക് എത്ര സമ്പത്തുണ്ടായിട്ട് അതെല്ലാം എന്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്. ഒരിക്കൽ അത് പരീക്ഷണത്തിനാകാം, ചിലപ്പോൾ എന്നോട് ഇഷ്ടപ്പെട്ടു തന്നതാകാം. നമുക്കൊരിക്കലും തിരിച്ചറിയാൻ സാധിക്കുക. അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടിയ ഈ സമ്പത്തെല്ലാം ചെലവഴിക്കുന്നത് റബ്ബിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലായിരിക്കുമെന്ന് നാം ഓരോരുത്തരും ഉറച്ച നിലപാട് സ്വീകരിക്കണം. അതുപോലെ തന്നെ അടുത്തത് മുഅ്മിന് കിട്ടുന്ന ധൈര്യവും അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവന് ലഭിക്കുന്ന ധൈര്യവും ക്ഷമയും ഒരുപോലെയല്ല. ഇസ്ലാമിക ലോകത്ത്
ഇസ്ലാമിന്റെ ശത്രുക്കളോട് സത്യവിശ്വാസികൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ എന്തിനാണ് യുദ്ധം ചെയ്യുന്നതെന്നും അവർക്കുണ്ടായ പരിക്കുകളും നഷ്ടങ്ങളും മുറിവുകളും അവർക്ക് ഏറ്റുവാങ്ങുമ്പോൾ എന്തായിരിക്കണം നിങ്ങളുടെ പ്രതീക്ഷ എന്നും വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം അൻ-നിസാ സൂറത്തിലെ 104-ാമത്തെ ആയത്തിലൂടെ റഹ്മാനായ റബ്ബ് മുസ്ലിങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത്തഖൂലു തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. വിശ്വാസികളെ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ശത്രുക്കളോട് നേരിട്ടതിന്റെ പേരിൽ നിങ്ങളുടെ ശരീരത്തിലും സമ്പത്തിലും നിങ്ങളിൽ നിന്ന് പല ആളുകളും വഫാത്തായി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ മുറിവുകൾ ഏറ്റിട്ടുണ്ട്, നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ശത്രുക്കൾക്കും ഇതുപോലെ നഷ്ടങ്ങളും ആളുകളും മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മുറിവ് ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല. പിന്നീട് അല്ലാഹു ആശ്വാസമായി വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്, പക്ഷേ ശത്രുക്കൾക്ക് ഒരു പിഴവ് പറ്റി, അവർ അല്ലാഹുവിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രണാങ്കണത്തിൽ റബ്ബിന്റെ ദീനിനെ ഉയർത്താൻ വേണ്ടി പടപൊരുതിയപ്പോൾ, നഷ്ടങ്ങൾ ഏറ്റെടുത്തപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ, ആളുകൾ വഫാത്തായി പോയപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് റബ്ബിൽ നിന്നുള്ള പ്രതിഫലമായിരിക്കണം. അതാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം. അതുകൊണ്ട് ഏതവസ്ഥയിലും വിശ്വാസിക്ക് അർത്ഥപൂർണമായ സമ്പൂർണമായ സൗഭാഗ്യമാണ് ഉണ്ടാവുക, നഷ്ടങ്ങളല്ല എന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചുകൊള്ളുക. ആ ക്ഷമ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉറക്കണമെങ്കിൽ ഈമാനിനെ മനസ്സിലേക്ക് നിങ്ങൾ കടത്തിവിടണം. മനസ്സ് മുഴുവൻ ഈമാനായിരിക്കണം, വിശ്വാസമായിരിക്കണം. ഈമാനിൽ ദുർബലം ഉണ്ടാവാൻ പാടില്ല, ഈമാൻ പകച്ചു പോവാൻ പാടില്ല. പതറാതെ, ഇളകാതെ, ചാഞ്ചല്യമില്ലാതെ ഉറച്ചു നിൽക്കുവാനുള്ള ഈമാൻ നിങ്ങൾക്കുണ്ടോ? ശത്രുക്കൾക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്റെ വാക്കിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പക്കൽ നിന്ന് അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഞാൻ നൽകുമെന്ന് അല്ലാഹു തന്നെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായ സന്തോഷം നിറഞ്ഞ, സൗഭാഗ്യം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ നാമും നമ്മളുമായി ബന്ധപ്പെടുന്ന സഹജീവികളോട് നല്ല നിലയിൽ നമ്മൾ പെരുമാറണം. അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കണം. നമുക്ക് മാത്രമല്ല, നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ പടപ്പുകൾ, അല്ലാഹുവിന്റെ പടപ്പുകൾക്ക്, സഹജീവികൾക്ക് നന്മ ചെയ്തു കൊടുക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു പറഞ്ഞു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹ് ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമാ. മനുഷ്യന്മാർ പരസ്പരം രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ അതിലധികവും ഖൈറില്ലാത്തതാണ്. മഹാഭൂരിപക്ഷവും മനുഷ്യന്മാരുടെ സ്വകാര്യ സംഭാഷണം എടുത്തു നോക്കിയാലൊന്നും ഖൈറുണ്ടാവില്ല. എന്നാൽ ചില വിഭാഗങ്ങളുടെ സംസാരത്തിൽ, അവരുടെ കൂടിയാലോചനകളിൽ അത് ഖൈറുണ്ട്, അത് റബ്ബിന് ഇഷ്ടപ്പെട്ടതുമാണ്. ആരൊക്കെയാണവർ? ഇല്ലാ മൻ അമറ ബിസദഖ, സ്വതക്ക ചെയ്യണമെന്ന് കൽപ്പിക്കുന്നവന്റെ സംസാരം അത് നല്ല സംസാരമാണ്. ഔ മഅറൂഫിൻ, ജനങ്ങൾക്ക് നന്മ ഉണ്ടാകണം, ഖൈറുണ്ടാവണം, നന്മ കൊണ്ട് കൽപ്പിക്കണമെന്ന് പറയുന്നവന്റെ സംസാരം അതും നല്ലതാണ്. ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ട് അതിന് മധ്യസ്ഥനായി അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് യോജിപ്പും നെഞ്ചിപ്പും ഉണ്ടാക്കാൻ വേണ്ടി ആര് സംസാരിക്കുന്നുവോ, ഈ മൂന്ന് കൂട്ടരുടെ സംസാരം
അതല്ലാത്ത എല്ലാ രഹസ്യ സംസാരങ്ങളും ഒരു ഖൈറുമില്ല എന്ന് അൽ അലീമായ അൽ ഹകീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസായിലെ 114-ാമത്തെ ആയത്തിൽ പറയാം. എന്നിട്ട് ഈ സംസാരം നടത്തുന്ന ഹൃദയത്തിൽ എന്ത് നിയ്യത്ത് വേണം? ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه اجرا عظيما. ഞാൻ എന്ത് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിലും ജനങ്ങളുടെ ഇഷ്ടമോ ജനങ്ങളുടെ പൊരുത്തമോ ജനങ്ങൾക്കിടയിൽ പ്രീതിയോ സൽകീർത്തിയോ അതുപോലെ തന്നെ ബഹുമാനമോ അല്ല എനിക്ക് വേണ്ടത്, മർവാത്തില്ല, റബ്ബിന്റെ തൃപ്തിയായിരിക്കണം. നമ്മുടെ സഹജീവികളുമായി അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ഇടപെടുമ്പോൾ അവർക്കൊരു നന്മ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു ഖൈറ് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് നമ്മൾ സ്വതക്ക നൽകുമ്പോൾ അവന്റെ പക്കൽ നിന്ന് ഒരു ചിരി കിട്ടാൻ വേണ്ടി ഒരു താങ്ക്സ് കിട്ടാൻ വേണ്ടി അവൻ എന്നെ കണ്ടാൽ ആദരിക്കണം ബഹുമാനിക്കണം എന്നുള്ളൊരു ചിന്ത ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ ചെയ്ത പുണ്യകർമ്മങ്ങളെല്ലാം ബാധ്യരായി പോകുമെന്നാണ്. ശ്രദ്ധിക്കണം. നമ്മൾ റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ എന്ത് ചെലവഴിക്കുമ്പോഴും പടപ്പുകളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. പടച്ചവനായ അൽ ഖാലിഖായ അർ റഹ്മാനായ റഹീമുനായ അല്ലാഹുവിനായിരിക്കണം പരിപൂർണമായിട്ടുള്ള പ്രതിഫലം നമ്മൾ കാംക്ഷിക്കേണ്ടത് തേടേണ്ടതെന്ന് അല്ലാഹു പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹായത്ത് ലഭിക്കണമെങ്കിൽ നമ്മുടെ സഹജീവികളുമായി അവർക്ക് നമ്മൾ നന്മ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ ഖൈറിന്റെ മാർഗത്തിൽ ദീൻ പഠിപ്പിക്കുന്ന മേഖലയിൽ സദാസമയം ഇടപെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം. എവിടൊക്കെ ഖൈറുകളുണ്ടോ, എവിടൊക്കെ അള്ളാഹുവിന്റെ കലാം പഠിപ്പിക്കുന്നുണ്ടോ, ദീനി മജ്‌ലിസുകളുണ്ടോ, അവിടൊക്കെ ചെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിക്കണം, അള്ളാഹുവിന്റെ കലാം പഠിക്കണം, അത് മനഃപ്പാഠമാക്കണം. അള്ളാഹുവിന്റെ കലാമിന്റെ വിശദീകരണമായി തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ പങ്കെടുക്കണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ സമ്പൂർണമായിട്ടുള്ള യഥാർത്ഥ രൂപത്തിലുള്ള സൗഭാഗ്യം നിറഞ്ഞ ജീവിതം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ് വലാ തഅജിസ്. ഏ മനുഷ്യ, നിനക്ക് പരലോകത്തും ഇഹലോകത്തും ഗുണമുള്ള കാര്യങ്ങൾ എവിടൊക്കെയുണ്ടോ അത് നീ തെരഞ്ഞുപിടിച്ച് അത്യാവശ്യത്തോടുകൂടി ആവേശത്തോടുകൂടി അങ്ങേയറ്റത്തെ താല്പര്യത്തോടുകൂടി അത് നീ പങ്കെടുക്കണം. ഖൈറുകൾ എവിടൊക്കെയുണ്ടോ, നന്മകൾ എവിടൊക്കെയുണ്ടോ അവിടൊക്കെ പോയി നീ പങ്കെടുക്കണം. എന്നിട്ട് ആ ഖൈറുകൾ ജീവിതത്തിലേക്ക് പകർത്തുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും റബ്ബിൽ നിന്നൊരു കബൂലായി അമൽ ചെയ്യുവാൻ വേണ്ടി അള്ളാഹുവിനോട് നീ ആത്മാർത്ഥമായി സഹായം ചോദിക്കുകയും ചെയ്യണം. പക്ഷെ നീ എന്ത് ചെയ്യരുത്, മടി കാണിക്കരുത്, അശക്തനാവരുത്. നിന്റെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ നീ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വരാം. ആ സമയത്ത് നീ പറഞ്ഞു പോകരുത്, ഇന്ന കാര്യം ചെയ്തിരുന്നെങ്കിൽ, ഇന്നത് മുൻകൂട്ടി ഞാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ, ഇന്ന രൂപത്തിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ അഭിമുഖീകരിക്കില്ല എന്നുള്ള വാക്ക് അത് വിശ്വാസിക്ക് ചേർന്നതല്ല, അത് ശൈത്താൻ നിനക്ക് ഇട്ടതാണ്. ഇന്നത് ചെയ്തിരുന്നെങ്കിൽ, ഇന്നോട് നേരത്തെ പോയിരുന്നെങ്കിൽ, ഇന്ന ആളുമായി ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരാതിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവൻ സങ്കടപ്പെടും. ആ സങ്കടപ്പെടൽ ഉണ്ടാൻ പാടില്ല. അവൻ പറയുന്നത് എന്താ? അവൻ പറയേണ്ടത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു തീരുമാനിച്ചത് നടക്കൂ. എനിക്കിതിൽ ഒന്നുമില്ല, എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ വന്ന ഫലമോ എനിക്ക് നേരെ ഓപ്പോസിറ്റാണ്, നെഗറ്റീവാണ്. അത് ഖദറുള്ള എന്നാ പറയുന്നത്. മറിച്ച് എങ്കിൽ ഇങ്ങനെ പറയുന്ന, അങ്ങനെ ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ഞാൻ പോയിരുന്നെങ്കിൽ, ഇങ്ങനെ ഞാൻ നേരത്തെ എത്തിയിരുന്നെങ്കിൽ എന്ന് പറയും. എങ്കിൽ എന്നുള്ള പ്രയോഗം ഒരു വിശ്വാസി പറയാൻ പാടില്ല. മറിച്ച് എന്ത് പറയണം? ഖദറുല്ലാഹി മാ ശാഅ ഫഅൽ. അള്ളാഹു ഉദ്ദേശിച്ച തീരുമാനിക്കും, അത് നമ്മുടെ ജീവിതത്തിൽ അവൻ നടപ്പിലാക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥമായ സമ്പൂർണമായ
സുഖകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള നന്മ നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ റഹ്മാനായ റബ്ബ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക. അങ്ങനെ യഥാർത്ഥമായ സൗഭാഗ്യം നിറഞ്ഞ ജീവിതം ഉണ്ടാകുവാൻ വേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് നമ്മെ അതിനെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യും. നാം പറഞ്ഞു വന്നത് സമ്പൂർണമായ സൗഭാഗ്യം നിറഞ്ഞ ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മളെ ജീവിതത്തെ മടക്കി കൊണ്ടുവരിക എന്നുള്ളത്. അവിടെയാണ് യഥാർത്ഥമായ ഇഹവര ജീവിതത്തിലെ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹുവും റസൂലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭൗതികമായിട്ടുള്ള നമ്മുടെ ഭാവിയും നമ്മുടെ അവസ്ഥയും നന്നായി തീരണമെങ്കിൽ നബിയുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു. നമ്മളെല്ലാവരും അത് മനഃപ്പാഠമാക്കി സദാസമയം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. കാരണം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ കുറിച്ച് സദാസമയം നമുക്ക് ചിന്തയുണ്ടെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഹൃദയത്തിലും നാവിലും, നാവ് കൊണ്ട് ചെയ്യുക മാത്രമല്ല, ആ നാവ് കൊണ്ട് പറയുന്ന ദിക്ർ മനസ്സ് തട്ടിയായിരിക്കും. അപ്പോഴാണ് പരിപൂർണമായിട്ടുള്ള ആ ദിക്റിന്റെ ഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. കേവലം ദിക്റുകൾ അറബിയിൽ ഇങ്ങനെ ലഫ്ളായി ഉരുവിടുക എന്നുള്ളതല്ല. അല്ലാഹുമ്മ എന്ന് പറയുമ്പോൾ, റബ്ബന എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം എന്താണ്, ആശയം എന്താണ് എന്ന് ഹൃദയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദിക്റുകളും ദുആകളും കാണുന്നതെല്ലാം ചൊല്ലലല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ തിരുസുന്നത്തുകളിലൂടെ സ്വഹീഹായി പഠിപ്പിച്ച ദിക്റുകളെ ദുആകളെ നാം ചൊല്ലാൻ പാടും. അതല്ലാതെ നമുക്ക് കിട്ടാവുന്ന എല്ലാ ദിക്റുകളും ദുആകളും അതിനൊന്നും അടിസ്ഥാനമില്ലാതെ പ്രമാണ പിൻബലമില്ലാതെ ദിക്റുകളും ദുആകളും എല്ലാം ചൊല്ലലല്ല. പ്രമാണത്തിന്റെ പിൻബലമുള്ള ദിക്റുകളും ദുആകളുമാണ്. അതുകൊണ്ട് നമ്മുടെ ഇഹപര ജീവിതവും ഭാവി ജീവിതവും ഇപ്പോഴുള്ള നമ്മുടെ അവസ്ഥയും നന്നായി തീരണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദി വഅസ്മതു അംരി وأصلح لي دنياي التي فيها معاشي وأصلح لي آخرتي التي فيها معادي واجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر. ഇതാണ് പ്രാർത്ഥന. ഇപ്പോൾ നമ്മുടെ ഈ അവസ്ഥയിൽ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, വരാനിരിക്കുന്ന ഭാവിയിലുള്ള അവസ്ഥയും ഏറ്റവും നല്ല രൂപത്തിലായി തീരണമെങ്കിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദുആ നമ്മൾ സദാസമയം ചൊല്ലിക്കൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദി വഅസ്മതു അംരി, അല്ലാഹുവേ എന്റെ ഇഹപര വിജയത്തിന് ആവശ്യമായിട്ടുള്ള എന്റെ മതമായ ദീൻ എനിക്ക് നീ നന്നാക്കി തരണമേ. വഅസ്ലിഹ് ലി ദുനിയായ അല്ലദി ഫീഹാ മആശി, എന്റെ ഉപജീവന മാർഗം നിലകൊള്ളുന്ന ഈ ഭൗതികമായ ലോകത്ത് ആ ഭൗതികമായ ജീവിതം എനിക്ക് നീ നന്നാക്കി തരണമേ. വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി, എന്റെ മടക്കമായ പരലോക ജീവിതവും
അതും എനിക്ക് നീ നന്നാക്കി തരണേ. വജഅലിൽ ഹയാത സിയാദത്തൻ ഫീ കുല്ലി ഖൈർ, ഞാൻ ജീവിക്കുന്ന കാലമത്രയും എന്റെ ആയുഷ്കാലം എത്രയും എനിക്ക് ഖൈറുകൾ, നന്മകൾ ധാരാളമായി ചെയ്യുവാൻ, നന്മകളിൽ വർധനവുണ്ടാവാനുള്ള തൗഫീഖും റഹ്മാനായ റബ്ബേ എനിക്ക് നൽകണേ. വജഅലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ, മരണത്തോടുകൂടി എല്ലാ ശർറിൽ നിന്നുള്ള ഒരു റാഹത്ത് ഉള്ള ഒരു മരണം എനിക്ക് നീ നൽകണേ. എല്ലാ ശർറിൽ നിന്നുള്ള ഒരു റാഹത്തായ മരണം എനിക്ക് നീ നൽകണമെന്ന ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. എന്നിട്ട് റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിക്കണം. ജീവിതത്തിൽ സഹാദത്ത് നൽകുവാൻ അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. അത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെയാണ് കിട്ടുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ കയ്യിലുള്ള സഹാദത്ത് പരിപൂർണമായി ജീവിതത്തിലെ ഈ ലോകത്തും പരലോകത്തും ലഭിക്കണമെങ്കിൽ റബ്ബിലേക്ക് മടങ്ങുക, റബ്ബിനനുസരിച്ച് ജീവിക്കുക, റബ്ബിന് തൃപ്തിപ്പെട്ട രൂപത്തിലേക്ക് നമ്മുടെ അള്ളാഹു നൽകിയ നിഅമത്തുകളെ ചെലവഴിക്കുക, റബ്ബിന് ശുക്ർ ചെയ്ത് ജീവിക്കുക. റബ്ബിൽ നിന്ന് വല്ല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്ഷമിക്കുക. എന്ന് പറയുക. മറിച്ച് റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്കും ഒരു വിശ്വാസിയും അവന്റെ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞുകൂടാ എന്നാണ് വിശുദ്ധ ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ അർത്ഥപൂർണമായ സന്തോഷം നിറഞ്ഞ, ആഹ്ലാദം നിറഞ്ഞ, അതുപോലെ തന്നെ പരിപൂർണമായ സൗഭാഗ്യം നിറഞ്ഞ ജീവിതം ലഭിക്കണമെന്ന് പറയാൻ എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുവാനാണ് പ്രയാസം. അത് റബ്ബിനോട് നമ്മൾ അതിനുള്ള തൗഫീഖിനെ ചോദിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ജീവിതം ഈ ലോകത്തും പരലോകത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين والمستضعفين في كل مكان. اللهم احفظ إخوان المسلمين والمستضعفين في غزة وفلسطين وسوريا ولبنان يا قوي يا عزيز. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين من المسلمين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم ربنا تقبل منا، اللهم ربنا تقبل منا دعاءنا وصلاتنا وركوعنا وسجودنا وسائر اعمالنا يا رب العالمين. امين امين برحمتك يا ارحم الراحمين. وصلى الله وسلم على محمد وعلى اله وصحبه اجمعين. الحمد لله رب العالمين. اقيموا الى